എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തക്കാളി കൊണ്ടുണ്ടാക്കുന്ന രണ്ട് വിഭവമാണ്. ഒന്ന് തക്കാളി വരട്ടിയതും പിന്നെ തക്കാളി അച്ചാറും. രണ്ടും ഏറെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 10 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളിയാണ്. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയാണ്. ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. വെളുത്തുള്ളി ഞാൻ 12 എണ്ണം പോലെ എടുത്തിട്ടുണ്ട്. ഇവിടെ വലുതായതുകൊണ്ടാണ് അത്ര എടുക്കുന്നത്. നാട്ടിൽ ചെറിയതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതിയാവും. നല്ല സ്ട്രോങ് വെളുത്തുള്ളിയാണല്ലോ നാട്ടിൽ. പിന്നെ എരിവുള്ള പച്ചമുളകാണിത്. എരിവനുസരിച്ച് ഉപയോഗിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. ഇനി ഒരു കടായിയൊക്കെ ചൂടാക്കിയിട്ട് ചൂടകട്ടിയുള്ള ഏത് പാത്രം എടുക്കണം. നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ നോക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നത് വരെ അതൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ഇടുന്നില്ല. നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് വേണ്ടത്. അപ്പം കാശ്മീരി ചില്ലി പൊടി ഇല്ല എങ്കിൽ അത് ഒഴിവാക്കാം. ഈ ഭാഗം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് പിന്നെയും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും എല്ലാ മസാലയും എല്ലാം എത്തുന്ന രീതിയിൽ ഇളക്കി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. നന്നായിട്ട് തക്കാളി എല്ലാം വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞ പരുവായിട്ടുണ്ടായിരിക്കും. ഇനി ഇടയ്ക്ക് നോക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് അടിയിൽ പിടിച്ചു പോകുന്നുണ്ടോയെന്ന്. ഓരോരുത്തരുടെയും പാത്രങ്ങൾ വ്യത്യാസം വരുമ്പോൾ ചിലപ്പം ഇത്രയും വെള്ളം ഉണ്ടാവണമെന്നില്ല. വറ്റിയിട്ടൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പം. നോക്കിയിട്ട് ചെയ്യാം. ഇനി തവി വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മളിതിനെ വറ്റിച്ചെടുക്കണം. അപ്പം വെള്ളം ഒന്ന് വറ്റി ഈ ഒരു ഭാഗം ആകുമ്പോൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ചേർത്ത് കൊടുത്താലേ നമ്മൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി കിട്ടുള്ളൂ. ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വറ്റിക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ ഹലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തവീൻ്റെ കൂടെ ഇങ്ങനെ ഈ മസാല ഈ ഒരു കൂട്ട് കിടന്ന് കറങ്ങുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അതുവരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഏറെ നാൾ കേടുകൂടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൂപ്പൽ വരും പെട്ടെന്ന്. അപ്പോൾ അതിന് ഇത്രയും നേരം കുറച്ച് നേരം വേണം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ടേ. ഇപ്പം നമ്മുടെ തക്കാളി വരട്ടിയത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി തക്കാളി അച്ചാർ ഉണ്ടാക്കണ്ടേ, അതിന് ബാക്കിയുള്ളതിലാണ് നമ്മളിതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളി അച്ചാറിന് വേണ്ടിയിട്ട് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തീ ചെറുതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതിനകത്ത് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും കഞ്ഞിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 2 ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ തക്കാളി വരട്ടിയത് നമുക്ക് എല്ലാ ദോശകൾക്ക് അതുപോലെ ഇഡ്ഡലി, ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് വറ്റിയ പോലെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഒരു 3-4 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.